നമ്മളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് തെറ്റിദ്ധാരണ വന്ന അമ്മമാർ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം. അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളെ വീട്ടിലിപ്പം രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറുന്നത് അതേ കൂട്ടാ ഞങ്ങളും ഇവിടെ. പക്ഷെ വല്ലപ്പോഴുമാണ് ഇവളെ എനിക്ക് കിട്ടുന്നത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവളെ എന്റെ കൂടെ വന്ന് നിന്നതല്ലേ. അന്ന് ചേച്ചി എൻ്റെ തമാശയ്ക്കാണ് ചേച്ചിനോട് പറഞ്ഞത് നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കുന്നത് ഉണ്ണി എന്തോ ഞങ്ങളുടെ മോളല്ല എന്നൊക്കെ പറഞ്ഞത് ചേച്ചി തമാശയ്ക്കായിരിക്കും. അതിപ്പോൾ ചേച്ചി അനിയത്തിയാകുമ്പോൾ അങ്ങനെ പറയും, അടി കൂടും, വഴക്കുണ്ടാക്കും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും വഴക്കുണ്ടാക്കിയാലും 2 മിനിറ്റ് അതിൽ കൂടുതൽ ഞങ്ങൾ പോകത്തില്ല. പിന്നെ പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വന്ന വഴി ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ മനസ്സ് വിഷമിപ്പിക്കത്തുമില്ല. അപ്പം ഇനി ബാക്കി എന്തൊക്കെ ആൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് ബാക്കി പറയട്ടെ. അപ്പൊ ഗൈസ് ദാണ്ട ആള് ഇന്നലെ രാത്രി ആ വീഡിയോ ഇട്ടേണ്ടന്ന് രാത്രി ആ കമന്റ് എല്ലാം വായിച്ച് പിറ്റേന്ന് വൈകിട്ട് ആളിങ്ങെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ആ കമന്റ് വായിച്ച് ഞാൻ ഇവിടെയൊക്കെ വന്നു. അപ്പൊ ഇന്നലെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ് ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സെക്കൻഡിൽ ഇവിടെ വന്നു കേട്ടോ. ചേച്ചീനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും കുറേ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമാണ് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ള ചേച്ചി എന്നോട് തമാശയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണോ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലിപ്പം രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറുന്നത് അതേ കൂട്ടാ ഞങ്ങളും ഇവിടെ. പക്ഷെ വല്ലപ്പോഴുമാണ് ഇവളെ എനിക്ക് കിട്ടുന്നത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവളെ എന്റെ കൂടെ വന്ന് നിന്നതല്ലേ. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് നിന്നത്. എന്നിട്ട് ഞങ്ങൾ 2 ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതൊന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം ഈ പ്രശ്നം ഇങ്ങനെ കിടക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ലത്. ഇനി വേണം ഞങ്ങൾക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ചേച്ചി എന്നെ അല്ലെങ്കിൽ തമാശയ്ക്കാണ് ചേച്ചിനോട് പറഞ്ഞത് നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കുന്നത് ഉണ്ണി എന്തോ ഞങ്ങളുടെ മോളല്ല എന്നൊക്കെ പറഞ്ഞത് ചേച്ചി തമാശയ്ക്കായിരിക്കും. അതിപ്പോൾ ചേച്ചി അനിയത്തിയാകുമ്പോൾ അങ്ങനെ പറയും, അടി കൂടും, വഴക്കുണ്ടാക്കും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും വഴക്കുണ്ടാക്കിയാലും 2 മിനിറ്റ് അതിൽ കൂടുതൽ ഞങ്ങൾ പോകത്തില്ല. പിന്നെ ആ ഒരു തിരക്കിനിടയിൽ ഉണ്ണിമോള് കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് ചേച്ചിക്ക് എന്നെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ ചേച്ചിനെത്തിയാകുമ്പോ അങ്ങനെ വഴക്ക് കൂടും. ഇനിയിപ്പൊ ചിലവര് വന്നിട്ട് പറയായിരിക്കും ഇത് പറയിപ്പിക്കുന്നതാണ് ചിലവര് പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വന്ന വഴി ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ മനസ്സ് വിഷമിപ്പിക്കത്തുമില്ല. അപ്പം ഇനി ബാക്കി എന്തൊക്കെ ആൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് ബാക്കി പറയട്ടെ. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് ചേച്ചി ഫോട്ടോഷൂട്ടിന് ഉണ്ണിമോളുടെ ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വെറും 1-2 പേര് മാത്രമായിരുന്നു പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് വന്നു കേട്ടോ. ചേച്ചി അനിയത്തിക്ക് ആവുന്ന സമയത്ത് അവരടി കൂടും, തമ്മിൽ പിണങ്ങും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും പിണങ്ങിയാലും ഒരു 2-3 മിനിറ്റ് മാത്രമേ ഞങ്ങൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പഴയ പോലെ തന്നെയായിരിക്കും. പിന്നെ രണ്ട് കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും അടി കൂടും, എല്ലാം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കരയും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൂടുതൽ സമയം മിണ്ടാതിരിക്കും അങ്ങനെയൊന്നുമില്ല. കൂടിപ്പോയ 2 മിനിറ്റ് മാത്രമേ ഞങ്ങൾ മിണ്ടായിരിക്കും. പിന്നെ ചേച്ചി എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ മുകളിൽ, അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. കാരണം ചേച്ചി അതെന്നോട് തമാശയ്ക്കാണ് പറയുന്നത്, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇവിടെ കാണുന്നവരെല്ലാം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും നെഗറ്റീവായിട്ട് കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണിമോളെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം. എന്നെ കാണാൻ കൊള്ളാം, പക്ഷെ ഉണ്ണിമോളെ കാണാൻ കൊള്ളത്തില്ല, ഉണ്ണിമോക്ക് ഇതുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേച്ചി എന്നോട് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ചേച്ചി ഒരിക്കലും എന്നോട് സീരിയസ് ആയിട്ട് ചേച്ചി നല്ല ഉണ്ണിയണ്ണനും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. നിന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊന്നും അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അടി കൂടാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആവുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ കൂടി ഇവിടെ വന്ന് നിൽക്കുന്നതും. ചേച്ചി തന്നെയാണ് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ ഇതാവുന്നതും, ചേച്ചിയുടെ വീഡിയോയിൽ എന്നെ ചേർക്കുന്നതും എല്ലാം ചേച്ചി തന്നെയാണ്. ചേച്ചി ഒരിക്കലും എന്നെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല. കൊച്ചുനാൾ മുതലേ ചേച്ചി ഒറ്റപ്പെട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2 പേരും, അമ്മ മരിച്ചു, അച്ഛനില്ല, അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. എന്നിട്ടും ചേച്ചി അത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും ചേച്ചിക്കൊരു ജീവിതം കിട്ടിയപ്പോൾ ചേച്ചി എന്നെ ഓർത്തു, എൻ്റെ അടുത്ത് വന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിച്ചു തരുന്നുണ്ട്. ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേച്ചി ഉണ്ണിയണ്ണനും എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് വിഷമം വന്നാലും ഞാൻ ചേച്ചീനെയാണ് വിളിക്കുന്നത്. കാരണം എനിക്ക് ചില സമയത്ത് എൻ്റെ അമ്മയെ മിസ്സാവും. കാരണം പല സിറ്റുവേഷനിലൂടെ പോകുന്നവരാണ് ഞങ്ങൾ 2 പേരും. അപ്പം ഞങ്ങൾക്ക് ചില സമയത്ത് നല്ല രീതിയിൽ വിഷമങ്ങൾ വരാറുണ്ട്. എനിക്ക് അമ്മയെ മിസ് ചെയ്യും. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വിളിക്കുന്നത് ചേച്ചിയായിരിക്കും.
അപ്പോൾ ചേച്ചിയെ വിളിക്കുമ്പോൾ എനിക്ക് എന്തല്ല എൻ്റെ അമ്മയെ വിളിക്കുന്ന പോലെ എൻ്റെ ചേച്ചി അമ്മ തന്നെയാണ് എനിക്ക് ചേച്ചി. എൻ്റെ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചേച്ചി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടിയപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ ചേച്ചി നോക്കുമല്ലോ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചി നോക്കി. ഇപ്പോൾ തന്നെ ഈ ഒരു സ്കൂൾ വർക്കിന് തന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചും സഹായിച്ചു. അല്ലെങ്കിൽ എപ്പോഴും എന്നെ വിളിക്കും, മിണ്ടും, ഉണ്ണിമോളെ കാണാൻ വരാൻ പറയും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ പരസ്പരം അടി കൂടുന്നത് അല്ലെങ്കിൽ കരയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും 2 മിനിറ്റ് കൂടുതലൊന്നും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ അമ്മയില്ലാതെ വളർന്നൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ചേച്ചി എന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. ഇതുവരെയും ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഉണ്ണിയണ്ണനും പറഞ്ഞിട്ടില്ല. ചേച്ചി എന്നെ ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിൽ, ചേച്ചിയുടെ പൈസ ഉണ്ടെങ്കിൽ ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുണ്ട്. ഞാൻ പറയുന്നതെല്ലാം എനിക്ക് മേടിച്ച് തരുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഉള്ള ഫുഡ് കാര്യങ്ങൾ എല്ലാം എനിക്ക് മേടിച്ച് തരുന്നുണ്ട്. എല്ലാം അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ചേച്ചിയുടെ നമ്മുടെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മേടിക്കാനോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഡ്രസ്സുകൾ അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡായാലും എനിക്ക് അങ്ങനെ മേടിക്കാനോ ഇതിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചേച്ചിയെ കണ്ടു, ചേച്ചി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മേടിച്ചു തന്നു. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഉള്ള എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അങ്ങനെയെല്ലാം ചെയ്ത് ഒരുപാട് ചേച്ചി എന്നെ നല്ല രീതിയിൽ ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേച്ചി എന്നെ നോക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചി ഒരിക്കലും അങ്ങനെ മാറ്റി എന്നെ നിർത്തത്തില്ലെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചേച്ചി ഒരിക്കലും എന്നെ മാറ്റിയില്ല. ചേച്ചി മാത്രമല്ല ഉണ്ണിയണ്ണനും എന്നെ ഒരിക്കലും മാറ്റിയൊന്നും നിർത്തത്തില്ല. എനിക്കത് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അന്ന് ഉണ്ണിമോളുടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കുകളായതുകൊണ്ടായിരിക്കാം അവർക്ക് എന്നെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും നിങ്ങൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക എന്നെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നോക്കിയില്ല. അതിൽ 2-3 കമൻറ്റ്സ് വായിച്ചിട്ട് എനിക്ക് ശരിക്കും നല്ല വിഷമമായി. ചേച്ചിനോട് മോശം ബിഹേവിയറാണ് ചെയ്യുന്നത് എന്നൊക്കെ വായിച്ചപ്പോൾ ചേച്ചി ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി എന്നോട് നല്ല സ്വഭാവത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ചേച്ചിയായാലും ഉണ്ണിയണ്ണനായാലും ഇതുവരെ എന്നോട് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ഇരിക്കുകയോ ഒന്നും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചു പോകുന്നത്. അതിനുശേഷം ചേച്ചി തന്നെയാണ് എനിക്ക് അമ്മയായിട്ട് നിന്നിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളതും ഒക്കെ. അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികളായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് വൈകിട്ട് സ്കൂളിൽ വിട്ട് ചെല്ലുമ്പോൾ അവരുടെ അമ്മമാർ അവർക്ക് ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് കാത്തിരിക്കാറുണ്ട്. പക്ഷേ ഞാനപ്പോൾ വിചാരിക്കും എനിക്ക് മാത്രം അങ്ങനെ കാത്തിരിക്കാറില്ലല്ലോ, എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരുപാട് വിചാരിക്കും. അതുപോലെ തന്നെ അമ്മയുടെ ഡ്രസ്സൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ഓർക്കും എനിക്ക് അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. സാധാരണ കുട്ടികളെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അമ്മമാർ സ്നാക്സും ചായയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് മാത്രം അങ്ങനെ തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വീട്ടിൽ ചെന്നതിന് ശേഷം ജോലികളും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ 7ൽ പഠിക്കുകയാണ്. ഇപ്പോഴേ ഞാൻ ലാംഗ്വേജിലൊക്കെയാണ് പോയി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും എല്ലാം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. അതുമാത്രമല്ല ഞാൻ സ്കൂളിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് പിള്ളേർ അവരുടെ അമ്മമാർ പൊതിയിൽ കെട്ടിക്കൊടുത്ത ചോറൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചോറൊക്കെ കെട്ടിത്തരാനും എന്നെ നല്ലോണം നോക്കാനും ഒക്കെ പറ്റിയിരുന്നല്ലോ എന്നൊക്കെ ഞാൻ കരുതും. അപ്പം ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പണ്ട് മുതലേ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിലെ ജോലികൾ ചെയ്യുകയും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വീട് ഫുള്ള് നോക്കുന്നതും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കും അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊന്നും കഷ്ടപ്പെടേണ്ടി വരത്തില്ലായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടാതെ നല്ല സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ അതുപോലെ തന്നെ അന്ന് ഫോട്ടോഷൂട്ടിന് ആ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ചേച്ചി എന്നോട് അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേച്ചി എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. എൻ്റെ അമ്മ തന്നെയാണ് ചേച്ചി. അപ്പം എന്നെ ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ നോക്കുന്നുണ്ട്. ഇനി ചേച്ചീനെ ഉണ്ണിമോളെയൊന്നും ആരും അങ്ങനെ പറയരുത്. എനിക്ക് ചേച്ചീനേക്കാൾ ഇഷ്ടം ഉണ്ണിമോളെ ഉണ്ണിയണ്ണനോടാണ്. അതുപോലെ തന്നെ ചേച്ചിയോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഉണ്ണിയണ്ണനോട് തന്നെയാണ്. അപ്പോൾ ചേച്ചി കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേച്ചി എന്നെ നോക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ നിർബന്ധം പിടിച്ചത്. കാരണം ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റ്സ് കണ്ട് ഞാൻ കാരണമാണല്ലോ. ഞാൻ ഇവിടെ 2 ദിവസം നിന്നപ്പോൾ ചേച്ചിക്ക് ഞാൻ കാരണം ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇനി ആരും അങ്ങനൊന്നും ചേച്ചീനെ ഉണ്ണിമോളെയും പറയരുത്.
അപ്പൊ ഇനിയും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുടെ വീഡിയോസ് കാണുകയും വരെയൊക്കെ ചെയ്യണേ. അപ്പൊ ഗൈസ് എവളെ നിർബന്ധ പ്രകാരമാണ് സത്യത്തിൽ ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഉണ്ണിമോളെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി അത് ഹേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പൊ അവൾക്ക് പറയാനുള്ള എല്ലാം അവള് പറഞ്ഞിട്ടുണ്ട്. അല്ലേ പറഞ്ഞിട്ടില്ലയോ? പറഞ്ഞു കാണും. അപ്പൊ ഇനി ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അവള് പറഞ്ഞതെല്ലാം കേൾക്കാം. ഇനിയിപ്പോ ഉണ്ണിമോളെ കൊണ്ട് കിടത്തി ഉറക്കിയിട്ട് വന്നാണ്. ഇനി ആരും പറയരുത് ഇത് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നോ സ്ക്രിപ്റ്റഡ് ആണെന്നോ ഒന്നും പറയരുത്. കാരണം അവളെ ഞാൻ 2 ദിവസം കൊണ്ട് നിർത്തി. അയ്യോ അതിനുവേണ്ടി എന്റെ കുഞ്ഞിനെ വരെ പറഞ്ഞവരുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം. അപ്പൊ ഇനി 2 ദിവസം ആളിവിടെ കാണും. അപ്പൊ മൊത്തത്തിൽ ഇപ്പം ഞങ്ങളോട് ഒരു 5-6 ദിവസം നിന്നിട്ടുണ്ടല്ലേ. നേരത്തെ വന്ന് നിന്നതും ഇനി നിൽക്കാൻ പോകുന്നതിന്റെ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഓരോ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് ഒരു തെറ്റിദ്ധാരണ വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാനും കാരണം. പിന്നെ ഉണ്ണിമോളുടെ കേസും ഈ 2 കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ കാരണം. അപ്പൊ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് അത് കമന്റ് ബോക്സ് പറയണം. പ്രത്യേകിച്ച് ഈ നമ്മളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് തെറ്റിദ്ധാരണ വന്ന അമ്മമാർ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണണം. അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ അമ്മമാരുടെ കമന്റ് എന്തായാലും താഴെ വന്ന് കമന്റ് ബോക്സിൽ പറയണം നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.